എന്റെ പൊന്നോ! എവറസ്റ്റ് കീഴടക്കാൻ പോലും ഇത്രയും പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ട്ടോ. കാരണം അത്രയും പാടാണ് ഈ ഒരു കട്ടിലൊന്ന് അങ്ങോട്ട് മാറ്റി കിട്ടാനായിട്ട്. അപ്പൊ ഇത് സെന്ററില് 2 ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് സെന്ററിലാണ് നമ്മൾ ഈ കട്ടിലിടുന്നത് ട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളതും. സെന്ററില് കട്ടില് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സഹായത്തിനായിട്ട് ഇതാ മിന്നൂസും കൂടെ ഉണ്ട് ട്ടോ. അപ്പം ഇടയ്ക്കൊന്നും ഈ കട്ടിലൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ട്ടോ. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ട്ടോ. കട്ടില് അതേപോലെ അലമാര ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇന്നത്തെ മാറ്റലിന് ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് ഇപ്പൊ സൈഡിക്ക് ബെഡിൽ കിടക്കുന്ന കാരണം സൈഡിക്ക് വീഴും, അല്ലെങ്കിൽ സെന്ററിൽ കിടത്തണം. അപ്പൊ ഷാനാന്റെ ഇടിയും തൊഴിയൊക്കെ കൊള്ളേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടില് ചുമരിനോട് ചേർത്തി ഇടുന്നത് കേട്ടോ. പിന്നെ ഇതാ ഒരു 6-7 വർഷം പഴക്കമുള്ള നമ്മുടെ അലമാര, അതിലില്ലാത്ത സാധനങ്ങളില്ലാട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയപ്പോ തന്നെ ഏകദേശം മാറാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മാറ്റിയിടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ആ ഒരു കട്ടിലിന്റെ അടിഭാഗം അലമാരയുടെ അടിഭാഗം ഒന്ന് വൃത്തിയായി കിട്ടുമല്ലോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് പാടുണ്ട്, എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അല്ലെങ്കിൽ ചൂലിന്റെ എന്താ പറയാ കൊള്ളി ആ ഭാഗത്തേക്ക് തട്ടില്ല പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. പിന്നെ ആകെക്കൂടി എടുക്കുന്നത് ആ ഒരു നനച്ചുകുളി സമയത്തായിരിക്കും. അപ്പൊ പിന്നെ അതിന്റെ അടിയിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയായി. അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ കർട്ടനിലൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ഈ കർട്ടൻ ഈ ഭാഗത്ത് പൊക്കി വെക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ അവിടെ തൊട്ടിയുടെ കമ്പി ഹാങ് ചെയ്ത് ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കർട്ടൻ താഴ്ത്താനായിട്ട് പറ്റില്ല. അപ്പം അതിനെന്താണ് പ്രതിവിധി എന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം മനസ്സിലാകും. അപ്പം ഏകദേശം എന്തായാലും ഇതൊക്കെ ഒന്ന് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു വാരാനായിട്ട് കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അടിച്ചു വാരി എടുത്തു. പിന്നെ ഇതാ തുടച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ റൂം. എന്തായാലും കട്ടിലിന്റെ അടിയിൽ നിന്നും അലമാരിന്റെ അടിയിൽ നിന്നും ഏകദേശം കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അവിടെ നിന്നൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹെൽപ്പറായിട്ട് നമ്മുടെ മിന്നൂസ് ഇവിടെ ബാക്കിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് കേട്ടോ. ഇടയ്ക്ക് ക്യാമറയിൽ മുഖം കാണിച്ചു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു മേലെ കയറിയിട്ട് ഒരു സംഭവം എടുക്കുന്നതാണ് നമ്മളെ തൊട്ടിയുടെ ഹാങ് ചെയ്തിടുന്ന കമ്പി കേട്ടോ. അപ്പൊ അതൊന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കി. അപ്പൊ പിന്നെ നമ്മൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയപ്പോൾ താഴെ കുറച്ചിങ്ങനെ മുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്, എന്നാലും താഴെയാണ് കിടക്കുന്നത്. അപ്പൊ വലിയ സുഖമല്ലല്ലോ, നമുക്ക് കിടത്തുമ്പോഴൊക്കെ നല്ല എന്താ പറയാ കുനിഞ്ഞ് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഇതാ ഒന്നും കൂടെ മുകളിലോട്ട് കമ്പി കയറ്റി വെച്ച് ഹാങ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ കർട്ടൻ താഴ്ത്തി വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഐഡിയ ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.